സ്വർണത്തിന്റെ വില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 80,880 രൂപയായിട്ട് സ്വർണത്തിന്റെ വില ഉയർന്നിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക്, സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അരികിലോ തൊട്ട് മാറിയോ ഒക്കെ ഇരിക്കുന്ന എത്രയെങ്കിലും സ്ത്രീകൾ, ആ സ്ത്രീകളുടെ ശരീരത്തിൽ ഉടനീളം വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു മോഷണത്തിൻ്റെതായ ത്വര ഉണ്ടാകുമോ? കാരണം ഒരു 2 പവൻ്റെ മാല പെട്ടെന്ന് പറിച്ച് ഓടി രക്ഷപ്പെട്ടാൽ ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്, 80,880 രൂപയാണ്. അതുകൊണ്ട് ശരീരത്തിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന പ്രവണത ഇനി മലയാളികളിൽ പലരും കുറച്ചുകൊണ്ട് വന്നേക്കുമോ എന്നുള്ള ഒരു വിചാരം ഇപ്പോൾ പൊതുമാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ചെറിയ ഒരു മോതിരം മാത്രം ധരിക്കുന്ന ഒരു രീതിയിലേക്ക് പലരും ഒതുങ്ങുന്നു. കാരണം കഴുത്തിൽ, കൈകളിൽ സ്വർണ്ണ കൊലുസായി, കാലുകളിലൊക്കെ അത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാൽ അത് പറിച്ച് എടുത്ത് രക്ഷപ്പെട്ടാൽ കിട്ടാവുന്ന തുകയെക്കുറിച്ചുള്ള പ്രലോഭനങ്ങൾ പലരുടെയും ഉള്ളിൽ വരുന്നു. അങ്ങനെ ഒരു മോഷ്ടാവ് ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് സ്വർണത്തിലേക്ക് നോക്കുന്ന രീതി കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് 80,000 കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. പവന് 1000 രൂപ കൂടി 80,880 രൂപയായിരിക്കുന്നു. KC ഉണ്ണികൃഷ്ണൻ ഈ പൊള്ളുന്ന സ്വർണ്ണവിലയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണികൃഷ്ണൻ. വലിയൊരു കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും റെക്കോർഡ് വിലയിലേക്ക് നമ്മൾ എന്നും പറയുന്നതാണ്, പുതിയ റെക്കോർഡിൽ നിന്ന് ഇന്നും ഒരു പുതിയ റെക്കോർഡിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 80,880 രൂപയാണ് ഒരു പവന്റെ വിലയെന്ന് പറയുന്നത്. അതിന് ഇന്ന് 1000 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം നേരിയൊരു കുറവ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരുന്നു. പിന്നാലെ സ്വർണ്ണവില ഉയർന്നൊരു രീതിയിലേക്കാണ് മാറിയത്. എന്തായാലും 125 രൂപയാണ് ഒരു ഗ്രാമിന് വർദ്ധിച്ചത്. ഒരു ഗ്രാമിന് 125 രൂപ കൂടി 10,110 രൂപയിലേക്ക് സ്വർണ്ണവില എത്തി നിൽക്കുകയാണ്. എന്തായാലും ഒരു ഗ്രാമിന്റെ വില 10,000-ലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഇതിൽ പ്രധാനമായും ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർച്ചയിൽ തന്നെ നിൽക്കുന്നതിൽ പ്രധാന ഘടകമായി വരുന്നത് ഈ താരിഫ് നിരക്ക് വർധന ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് കാണാം. അമേരിക്ക ഉയർന്ന താരിഫ് ചുമത്തിയ ഒരു കാര്യം അത് ഈ സ്വർണ്ണവിലയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര സംഘർഷങ്ങൾ നമുക്കറിയാം, വലിയ രീതിയിൽ തന്നെ യുക്രൈൻ റഷ്യ സംഘർഷം, അതോടൊപ്പം തന്നെ ഇസ്രായേലിലുള്ള സംഘർഷം, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ അത് സ്വർണ്ണവിലയെയും സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ വലിയ രീതിയിലുണ്ട്. ഈ സ്ഥിര നിക്ഷേപമായി അല്ലെങ്കിൽ സ്വർണ്ണം ഒരു നിക്ഷേപ ഘടകമായി കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതും ഈ സ്വർണ്ണവില വർദ്ധിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി കാണുന്നു. ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങളും ഒരു സ്ഥിര നിക്ഷേപം എന്ന രീതിയിൽ സ്വർണ്ണത്തെ സുരക്ഷിത നിക്ഷേപമായി കണ്ടുകൊണ്ട് കൂടുതലായി സ്വർണം വാങ്ങുന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ് പറയേണ്ടത്. ഇനി ദീപാവലിയാണ് വരുന്നത്. അപ്പോൾ സ്വർണത്തിന് ഈ വില ഉയരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാർക്കറ്റിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഈ സ്വർണ്ണവില ഉയരുന്നത് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും സ്വർണം വാങ്ങുന്ന ഒരു രീതിയിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയില്ല. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ വാങ്ങുന്ന അളവിൽ ഒരു കുറവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്വർണ്ണവില ഇനി ഉയരുക തന്നെയാണ്. ഇതിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതാനാവില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ടത് ഈ താരിഫ് വർധന അടക്കമുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ പണിക്കൂലി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി 5% സ്വർണത്തിന് കൊടുക്കുന്നത്. ആ രീതിയിലാണെങ്കിൽ ഈ 80,000 കടന്ന് പോകുമ്പോൾ ഒരു 87,000-ന് അപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ ഒരു പവൻ സ്വർണം നമ്മൾ വാങ്ങുന്നതിനായി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 90,000-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഉള്ളത്. കൂടാതെ GST നിരക്കടക്കം വാങ്ങുന്നയാൾ നൽകേണ്ടി വരും. ആ രീതിയിൽ പോവുകയാണെങ്കിൽ സ്വർണത്തിന് വില കൈ പൊള്ളുക തന്നെ ചെയ്യുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും 1000 രൂപയുടെ വർധനമാണ് ഒരു പവൻ ഉണ്ടായിരിക്കുന്നത്. 1000 രൂപ വർദ്ധിച്ച് 80,880 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്രാമിന് 125 രൂപയാണ് വർദ്ധിച്ചത്. 125 രൂപ വർദ്ധിച്ച് 10,110 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. MS, ഇത് ഓണം കഴിഞ്ഞതിന് ശേഷവും ചിങ്ങമാസം തുടരുകയാണ്. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ കല്യാണമാസം എന്നാണ് പൊതുവേ മലയാളികളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരവധി കല്യാണങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഈ കല്യാണങ്ങൾക്കൊക്കെ മുൻകൂട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക തീയതിയിലുള്ള സ്വർണം വാങ്ങാൻ നിശ്ചയിച്ചവരെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമില്ല. എന്നാൽ അങ്ങനെയുള്ള മുൻകരുതലൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിട്ട് എങ്ങനെ സ്വർണം വാങ്ങും, എങ്ങനെ കല്യാണം നടത്തുമെന്നുള്ള ഉത്കണ്ഠ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഓണത്തിന് നമ്മൾ പൊന്നോണം എന്നൊക്കെ പറയാറുണ്ട്, പൊന്നിൻ ചിങ്ങമാസം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ആ
ഓണത്തിൻ്റെ പൊന്നിൻ്റെ പ്രഭാവത്തെയും ചിങ്ങമാസത്തിൻ്റെ പൊന്നിൻ്റെ പ്രഭാവത്തെയും അതിലംഘിക്കുന്ന രീതിയിൽ 80,880 രൂപ എന്ന് പറയുന്ന പവൻ്റെ തിളക്കം എന്ന് പറയുന്നത് അത് പേടിപ്പെടുത്തുന്ന ഒരു തിളക്കമായിട്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. എന്നാൽ കൊള്ളാവുന്ന, സന്തോഷിക്കാവുന്ന, പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ആ ഒരു വിലക്കയറ്റത്തെ ഇപ്പോൾ നിരവധി സ്വർണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നവരുടെ സംബന്ധിച്ചിട്ട് ഉള്ളിലുണ്ടാകുന്ന ഒരു ലഡുപൊട്ടൽ എന്ന് പറയുന്നത്. കാരണം ഇനിയും ഉയരട്ടെ, ഉയർന്നുയർന്ന് അങ്ങനെ പോകട്ടെ, ഞങ്ങളുടെ കയ്യിൽ സ്വർണം ഇഷ്ടം പോലെയുണ്ട്, അതിനനുസരിച്ചിട്ട് ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ സ്വർണം വാങ്ങിക്കും എന്ന് വിചാരപ്പെടുന്ന എത്രയെങ്കിലും രക്ഷിതാക്കൾ പലരും ഉണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്ത്രീധനം എന്നുള്ള സങ്കല്പം ഇല്ലാതായി തീരട്ടെ, സ്വർണം കൊടുത്തുള്ള ഒരു പരിപാടിയും കല്യാണത്തിന് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പലർക്കും കഴിയട്ടെ എന്നൊക്കെ ഇവിടെ ഇരുന്ന് വ്യാമോഹിക്കുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ. KC ഉണ്ണികൃഷ്ണനാണ് 80,880 എന്ന സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില ഉയർന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. പല കാരണങ്ങൾ KC ഉണ്ണികൃഷ്ണൻ ഈ വിലക്കയറ്റത്തിന് കാരണമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള വാർത്തകൾ ആണ് സ്വർണ്ണവില ഈ ദിവസങ്ങളിൽ വർദ്ധിക്കാൻ സവിശേഷമായിട്ട് കാരണമായിട്ട് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഈ രീതിയിൽ ഉയരാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് ഗ്രാം തനിത്തങ്കത്തിൻ്റെയൊക്കെ വിലയിലും ആ മാറ്റം പ്രകടമായിട്ട് വരുന്നു. സ്വർണ്ണവില ആദ്യം കുറച്ചൊന്ന് ഇറങ്ങിയിരുന്നു, കഴിഞ്ഞ ദിവസം പിന്നെ അത് ഉയർന്നിരുന്നു. ഇന്നലെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പായിരുന്നു. ഇന്നലെ പവന് 320 രൂപ കൂടി, വില 79,880 രൂപയായിരുന്നു. ഇപ്പോൾ അത് 80,880 കൂടിയിരിക്കുന്നു എന്നാണ് KC ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.